Hello guys, welcome to my YouTube channel. I am Volcano Media. Okay, first of all, ഞാൻ L2 എമ്പുരാൻ സിനിമ കാണാൻ പോയി. L2 എമ്പുരാൻ ഓക്കെ ഇന്ന് റിലീസാണ്. ഇന്ന് രാവിലെ 9:30ക്കുള്ള ഷോ ബുക്ക് ചെയ്തു, സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ VFX ഓക്കെ VFX ഗുഡ് VFX എന്ന് വെച്ചാൽ ഗുഡ് VFX ഒന്നൊന്നും രക്ഷയില്ല. പിന്നെ ഓരോ സൈഡ് ബൈക്ക് ആംഗിൾസ് പിടിച്ചുള്ള ക്യാമറയുടെ ആ റോളിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ്. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന ഒരു ചറ്റത്തരം അല്ലെങ്കിൽ ഒരു മയിര് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കൊണ്ടുവന്നിട്ട് മോഹൻലാലിന് ഒരു മുഴുനീള ആക്ടിങ് കൊടുക്കാതെ മോഹൻലാലിനെ വെറും ഒരു 20 നിമിഷം കൊണ്ടുപോയി കാണിച്ച് തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. വെറും 20 നിമിഷം 25 നിമിഷം മാത്രം മോഹൻലാലിനെ കാണാൻ വേണ്ടിയല്ല സിനിമ കാണാൻ പോയത്. സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ കാണണം, മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, മോഹൻലാലിൻ്റെ പ്രസൻസ്, ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിൻ്റെ ആർട്ട്, അല്ലെങ്കിൽ സുരേഷ് അബ്രാം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആർട്ട്, അത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിലെ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം റൈറ്റിംഗ് എന്ന് വെച്ചാൽ ടിയാൻ സിനിമയിൽ റൈറ്റ് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ കമ്മാര സംഭവം ചെയ്തിരിക്കുന്ന പോലെയോ ഒന്നുമല്ല ഇതിലെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. വെറും വളരെ മോശം. മുരളി ഗോപി ഇത്രയും വളരെ മോശമായിട്ട് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിലുള്ള കേരള രാഷ്ട്രീയമാണോ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയമാണ്. പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അയാളുടെ സഹോദരനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ ഇടയിൽ ചെയ്തപ്പോൾ കഥ ഒന്ന് മാറി, അത്രയേ ഉള്ളൂ. സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ഒരു ഇൻ്റർനാഷണൽ ഗാങ്സ്റ്റർ, സെക്കൻഡ് പാർട്ടിലായപ്പോൾ ബോംബെ ഗാങ്സ്റ്റർ. KGF ആണോ ചോദിച്ചത്? KGF സിനിമയാണോ ചോദിച്ചത്? വെറും ഒരു തെരുവ് ഗുണ്ട ഇൻ്റർനാഷണൽ ഗാങ്സ്റ്ററായി. ഇതാണോ സിനിമ? എനിക്ക് നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഈ സിനിമ കണ്ട് തലവേദന എടുത്തിട്ടാണ് സത്യത്തിൽ ഇറങ്ങിയത്. കാരണം സിനിമയിൽ നിറയെ ഗൂസ് മൊമെൻറ്റ്സ് ഉണ്ട്. ആകപ്പാടെ ഗൂസ് മൊമെൻറ്റ്സ് വരുന്നത് മോഹൻലാൽ വരുമ്പോഴാണ്. മോഹൻലാലിൻ്റെ ഇൻട്രോ ടോപ്പ് നോച്ച് ഇൻട്രോ, മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ഇൻട്രോ, അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ ജംഗിൾ പൊളി, വേറെ ലെവൽ ജംഗിൾ പൊളി. പിന്നെ എവിടെയാണ് മോഹൻലാലിൻ്റെ സീൻസ്? മോഹൻലാൽ എവിടെയാണ് വരുമ്പോഴാണ് മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? എവിടെയാണെന്ന് എനിക്കറിയില്ലെന്ന് വെച്ചാൽ ഈ സിനിമയിൽ മോഹൻലാലിനെ കാണിക്കുന്ന സീൻസ് എല്ലാം സ്മാൾ സീൻസാണ്. പിന്നെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിൽ സുരേഷ് അബ്രാമിനെ തേടി പോകുന്നൊരു സീൻസ് വളരെ മോശമായിട്ടുള്ള സീൻസാണ്. ഇതിൻ്റെ റൈറ്റിംഗ് എല്ലാം വളരെ മോശം. ഞാൻ പറഞ്ഞില്ലേ പക്ഷേ. പിന്നെ സായിദ് മസൂദിനെ കാണിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഈ സിനിമ സായിദ് മസൂദിൻ്റെ സിനിമയാണ് ഈ സിനിമ. ഇതിൽ സുരേഷ് അബ്രാം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആർട്ട് ഒരു ഇടയിൽ ചുമ്മാ പോകുന്നതായിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. സായിദ് മസൂദിനെ മൊത്തമായിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. ഇത് സായിദ് മസൂദിനെ കാണിക്കുന്നു, കേരള കോൺഗ്രസിൻ്റെ കഥ പറയുന്നു, അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ കഥ പറയുന്നു. മോഹൻലാലിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ ഇതിൽ പറയുന്നില്ല. ഒരു ക്ലിയറൻസ് ഇല്ല. സിനിമയുടെ അവസാനം വരെയും ഒരു ക്ലിയറൻസ് ഇല്ലാതെ ഇതിൽ സ്റ്റീഫൻ ആരാണെന്നോ പറയുന്നതൊന്നും കാണിക്കുന്നില്ല. അവസാനം ഒരു മുംബൈ ഗുണ്ടയെ കാണിക്കുന്നുണ്ട്. അതിലൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സസ്പെൻസാണ്. ആ ക്യാരക്ടർ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. മറ്റൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നൊരു ക്യാരക്ടർ, നമ്മൾ പല വീഡിയോകളിലും കേട്ടിട്ടുള്ള പോലെ ഉള്ള ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ പേരും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഞാനും ആദ്യമായിട്ട് കാണുന്നൊരു ക്യാരക്ടറാണ്. അമീർ ഖാനാണെന്ന് പറഞ്ഞു ആദ്യം. അതുപോലെ തന്നെ നിറയെ ക്യാരക്ടറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അമീർ ഖാനുമല്ല, വേറെ ആരും ഏതോ ഒരുത്തൻ ശരി. പിന്നെ കബൂബ ടീം വന്നതേ ഓർമ്മയുള്ളൂ. ചത്തതേ വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. കബൂബ ടീമിൻ്റെ ലീഡറിനെ ഒറ്റ വെടിയിൽ തീർത്തു. ടപ്പയെന്ന് തീക്കാതെ ഒറ്റ വെടി. പിന്നെ ആദ്യം പറഞ്ഞല്ലോ സ്റ്റീഫൻ്റെ എൻട്രി, അതിലും ഒറ്റ വെടിയിൽ വില്ലനെ തീക്കും. വില്ലനല്ല, ഒരു ചാരൻ. എൻ്റെ പൊന്നേ. ഇനി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ
മോഹൻലാൽ ഒരു ഡയലോഗ് പറയുമല്ലോ, പാടാ. എനിക്ക് പറയാനുള്ളത്, ഒന്ന് പോടാ, ഒന്ന് പോ. മക്കളെ, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചിട്ട് പോകണം കേട്ടോ. കമൻറ്റ് ബട്ടൺ ഉണ്ട്, കമൻറ്റ് ഇട്ടിട്ട് പോകണം. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഷെയർ ചെയ്യണം. കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഇത് മൂന്നും അടിച്ചിട്ടേ പോകാവൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പാപം കിട്ടും. ആര് കിട്ടും? പാപം കിട്ടും. പാല് കുടിക്കാൻ പിന്നെ അപ്പം സിനിമ ഉണ്ടല്ലോ, സിനിമ ഞാൻ കണ്ട് ചെന്ന് മര്യാദയ്ക്ക് കണ്ടോണം.